നാരായണ 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 നാരായണ. ഓം നമോ നാരായണായ നമഃ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. ഭഗവാന്റെ ഉച്ചപൂജ അലങ്കാരത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പൊന്നുണ്ണിക്കണ്ണൻ എങ്ങനെയാണ് ശ്രീലകത്ത് നിൽക്കുന്നത് എന്ന് നമുക്ക് കാണണ്ടേ? അങ്ങനെ നമ്മുടെ പൊന്നുണ്ണിയെ കാണാനായിട്ട് നമുക്കിന്ന് എല്ലാവർക്കും ശ്രീലകത്തേക്ക് പോവാം. എൻ്റെ ശബ്ദത്തിനോടൊപ്പം കേൾക്കുന്ന എല്ലാവരും എവിടെയായിരുന്നാലും കണ്ണൻ്റെ അടുത്തേക്ക്, ആ ഗുരുഭവനപുരിയിലേക്ക്, ആ ശ്രീലകത്തേക്ക് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പോവാം. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. അങ്ങനെ നമ്മളിന്ന് കണ്ണനെ കാണുകയാണല്ലേ. അതാ ആ കൊടിമരച്ചുവട്ടിലൂടെ നമ്മളിന്ന് ഭഗവാന്റെ ശ്രീലകത്തേക്ക് നമ്മളിങ്ങനെ കിടക്കുകയാണ്. നമ്മുടെ മനസ്സിൽ കണ്ണനെ മാത്രം. കണ്ണൻ ഇന്ന് എങ്ങനെയായിരിക്കും നിൽക്കണ്ടാവുക? എന്തായിരിക്കും ഭാവം? രാവിലെ തൊട്ടുള്ള നമ്മുടെ ചിന്തയാണ് ഉച്ചപൂജ അലങ്കാരത്തിന് നട അടച്ച് തുറക്കുമ്പോൾ എങ്ങനെയപ്പോൾ കണ്ണുണ്ടാവുക? ഓരോ ദിവസം മനസ്സിലുള്ള ചിന്ത ഇതാണല്ലേ. കാരണം ഈ ഒരു ഭാവമാണ് നിർമാല്യ ദർശനത്തിന് ദേവീദേവന്മാരൊക്കെ പൂജിച്ചിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്ന ആ മഹാത്ഭുതം, ആ ഒരു ഭാവമാണ് നമ്മളിന്ന് ഉച്ചപൂജ അലങ്കാരത്തിൽ കണ്ണനെ കാണുന്നത്. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. അങ്ങനെ നമ്മളിന്ന് പൊന്നുണ്ണിയെ കാണാൻ പോവാണ്. അതാ നോക്കൂ, ആ നട തുറന്നിട്ടുണ്ട്. ആ പൊന്നുണ്ണിക്കണ്ണൻ നിൽക്കണ കണ്ടോ? എങ്ങനെയാ അതിമനോഹരമായ പുഞ്ചിരിയോടുകൂടി തൃക്കാൽ പിണച്ചു വെച്ചുകൊണ്ട്, മനോഹരമായ പുഞ്ചിരിയോടുകൂടി ആ പൊന്നോടക്കുഴലിങ്ങനെ ഊതിക്കൊണ്ട് വായിച്ചുകൊണ്ട് അതാ നമ്മളെ നോക്കി ഇങ്ങനെ പുഞ്ചിരിക്കുന്ന ആ പൊന്നുണ്ണിക്കണ്ണൻ നാരായണ നാമമാണല്ലേ. അങ്ങനെ പാടിക്കൊണ്ടിരിക്കുകയാണല്ലേ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. ഇങ്ങനെയുള്ള ആ മനോഹര ഭാവത്തെ, ആ പൊന്നുണ്ണിക്കണ്ണനെ കാണാനല്ലേ നമ്മൾ കാത്തിരുന്നത്. ഹരേ കൃഷ്ണ. ആ പൊന്നുണ്ണിക്കണ്ണൻ ഇങ്ങനെ നിൽക്കുകയാണ്. ആ പൊന്നോടക്കുഴൽ വിളിനാഥം നമ്മളിലേക്ക് എത്താണ്. നമ്മുടെ മനസ്സിലൂടെ ഇങ്ങനെ ആ ഓടക്കുഴൽ വിളിച്ചുകൊണ്ട് നമ്മുടെ എല്ലാ സങ്കടങ്ങളും അലിയിച്ച് കളയാനായിട്ട്. ആർക്കാ ഓടക്കുഴൽ വിളി കേൾക്കുമ്പോൾ, അത് കണ്ണൻ്റെ ഓടക്കുഴൽ വിളി നാദം ഇങ്ങനെ കേൾക്കുമ്പോൾ നമ്മളിങ്ങനെ അലിഞ്ഞു ചേരാല്ലേ ആ കണ്ണനിലേക്ക്, ആ പൊന്നുണ്ണിയിലേക്ക് നമ്മളിങ്ങനെ അലിഞ്ഞു ചേരാണ്. ആ പൊന്നുണ്ണി കണ്ണനെയാണ് നമ്മൾ ഇന്ന് ശ്രീലകത്ത് കാണുന്നത്. എന്ത് അത്ഭുതല്ലേ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. എങ്ങനെയാ പൊന്നുണ്ണിയുടെ അലങ്കാരം? എങ്ങനെയാ? അതാ ആ പൊന്നിൻ കിരീടമൊക്കെ വെച്ചിട്ടുണ്ട്. അരമണിക്ക് ഇങ്ങനെ കാൽത്തളകളൊക്കെ ഇട്ടിട്ടുണ്ട്. അതിമനോഹരമായ പട്ടുടുത്തിട്ടുണ്ട്. പിന്നെ നല്ല ഭംഗിയുള്ള ആ തുളസിയുടെയും തെച്ചിയുടെയും ഒക്കെ ഇടകലർന്ന ഉണ്ടമാലയുണ്ട്. വിധാനായിട്ടുള്ള വനമാലയുണ്ട്. അങ്ങനെ കാതുപൂക്കളുണ്ട്. കയ്യിലും തോൾവളകളും ഒക്കെയുണ്ട്. അതിമനോഹരമായ ആ പുഞ്ചിരിയോടുകൂടി ആ നെയ്വിളക്കിൻ്റെ ശോഭയിൽ ഇങ്ങനെ തിളങ്ങി വിളങ്ങി നിൽക്കുന്ന ആ പൊന്നുണ്ണിക്കണ്ണൻ്റെ ആ കണ്ണിലേക്കൊന്ന് നോക്കി. നമ്മളെ എല്ലാവരെയും കൊണ്ടുപോവാണ് അങ്ങോട്ട്. ആ കണ്ണനിലേക്ക്, ആ ഓടക്കുഴൽ വിളി നാദത്തിലൂടെ കണ്ണനിലേക്ക് നമ്മളെങ്ങനെ ലയിപ്പിച്ച് ചേർക്കാണ്. ഓരോ മനസ്സും കണ്ണനെ വിശ്വസിക്കുന്ന എല്ലാവർക്കും ആ കണ്ണനിലേക്ക് എത്താനായിട്ട് അതാ കണ്ണൻ നമ്മുടെ മനസ്സിലും. ആ പൊന്നോടക്കുഴൽ വെളിനാദം നമ്മുടെ മനസ്സിലിങ്ങനെ അല്ലതല്ലാണ് അല്ലേ. സന്തോഷത്തിൻ്റെ, സ്നേഹത്തിൻ്റെ, ആ കുളിർമയുടെ മനസ്സിലെപ്പോഴും കണ്ണനാണുള്ളത്. കണ്ണൻ മാത്രമേ ഉള്ളൂ അല്ലേ. കണ്ണനെ പറ്റി മാത്രമുള്ള ചിന്തയോട് കൂടിയാണ് നമ്മൾ ഓരോരുത്തരും മുന്നോട്ട് പോകുന്നത്. എല്ലാം കണ്ണനിൽ അർപ്പിക്കാം.
ആ പൊന്നു തൃപ്പാദങ്ങളിൽ എല്ലാ സങ്കടങ്ങളും ദുഃഖങ്ങളും രോഗങ്ങളും വേവലാതികളും കഷ്ടപ്പാടുകളും ഒക്കെ ആ പൊന്നു തൃപ്പാദങ്ങളിൽ നമുക്ക് അർപ്പിക്കാൻ സാധിക്കുന്നുണ്ടല്ലേ. കണ്ണനെല്ലാം അറിയുന്നുണ്ട്. നമുക്ക് മുന്നേ നമ്മളെ അറിഞ്ഞവൻ അതാണ് കണ്ണൻ. ആ പൊന്നുണ്ണിക്കണ്ണനെയാണ് നമ്മളിന്ന് ശ്രീലകത്ത് കാണുന്നത്. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. ആ പുഞ്ചിരിയും ആ നോട്ടവും ആ ഓടക്കുഴൽ വിളിനാദവും മനസ്സിലിങ്ങനെ നമ്മളിലേക്ക് ഇങ്ങനെ ലയിച്ചു ചേരുന്ന, നമ്മളെ കൊണ്ടെത്തിക്കുന്ന ആ പൊന്നുണ്ണിക്കണ്ണൻ്റെ ആ ഓടക്കുഴൽ വെളിനാദത്തിൽ നമ്മളിങ്ങനെ മനോഹരമായ ആ ദിവ്യമായ അനുഭൂതിയിലേക്ക്, കണ്ണനിലേക്ക് നമ്മൾ ഓരോരുത്തരും അലിഞ്ഞു ചേരുകയാണ്. കണ്ണൻ്റെ പൊന്നു തൃപ്പാദത്തിൽ സർവ്വ ദുഃഖങ്ങളും സമർപ്പിച്ചിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ നാരായണ ഹരേ നാരായണ. അങ്ങനെ പൊന്നുണ്ണിക്കണ്ണൻ ഇങ്ങനെ കണ്ടുകൊണ്ട് ഭഗവാന്റെ പീലിത്തിരുമുടിയൊക്കെ കണ്ടുകൊണ്ട് അങ്ങനെ പൊന്നുണ്ണിക്കണ്ണൻ്റെ ആ പുഞ്ചിരിയിൽ, ആ നോട്ടത്തിൽ, ആ ഗോപീചന്ദനക്കുറിയുടെ തിളക്കത്തിൽ, അതിമനോഹരമായ ഗോപീചന്ദനക്കുറി നെറ്റിയിലും 2 കൈയിലും നെഞ്ഞത്തും തൊട്ടിട്ടുണ്ട്. അതുപോലെ 2, 3, 4 മാലകൾ, മാങ്ങാമാല, ഉണ്ടമാല, അങ്ങനെയുള്ള വളയം പോലത്തെ മാല, അതിമനോഹരമായ മാലകളൊക്കെ ഇട്ടിട്ട് അതിസുന്ദര കുട്ടപ്പനായിട്ട് പൊന്നുണ്ണിക്കണ്ണൻ അതാ നമ്മളെ നോക്കിച്ചിരിക്കുന്നു. ഹരേ കൃഷ്ണ. ഇങ്ങനെ കാണാൻ ഭാഗ്യം സിദ്ധിച്ച നമ്മൾ ഓരോരുത്തരും എത്ര ഭാഗ്യവാന്മാരാണല്ലേ. ഈ കലിയുഗത്തിൽ ഭഗവാനെ നാരായണ നാരായണ എന്ന നാമം മാത്രം പാടി നമുക്ക് കണ്ണനോടൊപ്പം നിൽക്കാൻ കഴിയാം. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. ആ ഭഗവാനിലേക്ക്, ആ പൊന്നുണ്ണിക്കണ്ണനിലേക്ക് നമുക്ക് ചേർന്ന് നിൽക്കാം. ആ ഓടക്കുഴൽ വിളിനാദത്തിലേക്ക്, എല്ലാ സങ്കടങ്ങളും കണ്ണനിലേക്ക് എത്തുന്ന ആ മനോഹരമായ ഭാവത്തിലേക്ക് നമ്മൾ ചേരാം. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. അങ്ങനെയുള്ള പൊന്നുണ്ണിക്കണ്ണനെ കണ്ടുകൊണ്ട് ആ പൊന്നു തൃക്കാൽക്കൽ നമ്മളിങ്ങനെ നമസ്കരിച്ചു കൊണ്ട് എല്ലാ വേദനകളും എല്ലാം മറന്നുകൊണ്ട് നമ്മളെ മാത്രം നോക്കുന്ന, നമ്മളോടൊപ്പമുള്ള, നമ്മളെ നോക്കി ചിരിക്കുന്ന, എന്താ അത്ഭുതമല്ലേ. എത്ര കണ്ടാലും മതി വരാത്ത ആ പൊന്നുണ്ണിക്കണ്ണനെ കണ്ടുകൊണ്ട് നമ്മളങ്ങനെ ശ്രീലകത്തു നിന്നൊന്ന് മെല്ലെ തിരിയാണ്. ആ ശ്രീലകത്ത് നമുക്ക് ഇനിയുണ്ടല്ലേ കണ്ണനെ എല്ലായിടത്തും കാണാമെന്നല്ലേ പറയാറ്. എല്ലായിടത്തും കണ്ണൻ അതാ നമ്മളോടൊപ്പമുണ്ട്, നമ്മുടെ കൂടെ നടക്കുന്നുണ്ട്. അതാ നമ്മുടെ കാതുകളിൽ ആ ഓടക്കുഴൽ വേലി നാദം അലയടിക്കുന്നുണ്ട്. മനസ്സിന് കിട്ടുന്ന കുളിർമയുണ്ട് അല്ലേ. ഒരു നറുതന്നൽ നമ്മളെ ഇങ്ങനെ വട്ടം ചുറ്റുന്നുണ്ട്, നമ്മുടെ കൂടെ കറങ്ങുന്നുണ്ട്. മനോഹരമായ ആ ഓടക്കുഴൽ വിളിനാദം നമ്മുടെ കൂടെ ചേരുകയാണ്. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. ഭഗവാനെ അങ്ങനെ കണ്ടുകൊണ്ട് ആ ഗണപതി ഭഗവാനെ താണു വണങ്ങിക്കൊണ്ട് ഏത്തമിട്ടുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് തിരിയാണ്. അങ്ങനെ ഭഗവാന്റെ അമ്മയായിട്ടുള്ള യശോദാമ്മയെ കാണുന്നു. ആ പൊന്നു തൃക്കാൽക്കൽ വന്ന് വീണ ആ താമരയുടെയും തെച്ചിപ്പൂവിൻ്റെയും തുളസി ഇതളുകളും ഒക്കെ നമുക്കവിടെ കാണാം. ഭഗവാന്റെ കയ്യിൽ നിന്ന് കളഭവും ചന്ദനമൊക്കെ കിട്ടുന്നുണ്ട് അല്ലേ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. അങ്ങനെ അനന്തശായിയായിട്ടുള്ള പൊന്നു ഭഗവാനെ, പൊന്നു നാരായണനെ, സാക്ഷാൽ മഹാവിഷ്ണുവിനെ നമ്മളതാ കിടക്കുന്നതായിട്ടുള്ള ആ ഭാവമാണ് നമ്മൾ കാണുന്നത്. അവിടെ നെയ്വിളക്കളിങ്ങനെ കത്തി ഇങ്ങനെ കാണുന്നുണ്ടല്ലേ. ഹരേ കൃഷ്ണ. ആ ഭാവത്തിലേക്ക്, ആ ശോഭയിലേക്ക്, ആ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കാം. ഒന്ന് തിരിയാം. അവിടെ കണ്ണൻ ഓടി നടന്ന ആ കല്ല് പതിച്ച ആ നിലത്ത് ഒന്നമർന്ന് കിടക്കാം. നെഞ്ചോടമർത്തി ആ കൈകൾ കൂപ്പിക്കൊണ്ട് കണ്ണനെ പ്രാർത്ഥിക്കാം. ഹരേ കൃഷ്ണ, എപ്പോഴും കൂടെ ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിക്കാം. അങ്ങനെ ഒന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമസ്കരിച്ചുകൊണ്ട് അവിടെയുള്ള ദേവീ ദേവന്മാരെയൊക്കെ ഒന്ന് കണ്ടുകൊണ്ട് അതാ നമ്മൾ ആ മണിക്കിണറൊന്ന് കാണാണ്. അങ്ങനെ ഭഗവാനെ കണ്ടുകൊണ്ട് ആ ശില്പങ്ങളൊക്കെ ഒന്ന് കണ്ടുകൊണ്ട് നോക്കുകയാണല്ലേ. ഓരോന്നും അതിമനോഹരമായിട്ടുള്ള ആ ശില്പചാതുരി ഒക്കെ നമ്മൾ അറിയുകയാണ്. അതോടുകൂടി കുറച്ചിങ്ങോട്ട് മാറിയിട്ട് പടിഞ്ഞാറേ ഭാഗത്തുള്ള താമരക്കണ്ണനുണ്ടല്ലോ, കണ്ണനെ കാണാതെ വരരുത് കേട്ടോ. അങ്ങനെ നമ്മളതാ താമരക്കണ്ണനെ കണ്ടിരിക്കുന്നു.
ആ പൊന്നുണ്ണിക്കണ്ണൻ നമ്മളെ നോക്കി ചിരിക്കുന്നു. എല്ലാവർക്കും അറിയാം, അമ്പലത്തിൽ ചെന്നാല് താമരക്കണ്ണനെ കാണാതെ പോരരുത്. പല പ്രാവശ്യമായിട്ട് ഉച്ചപൂജ അലങ്കാരത്തിൽ എപ്പോഴും പറയുന്നൊരു കാര്യമാണ് താമരക്കണ്ണനെ കാണാതെ പോരരുത് എന്നുള്ളത്. കണ്ണൻ അതാ നമ്മളെ നോക്കി ചിരിക്കുന്നുണ്ട് അല്ലേ, നമ്മുടെ കൂടെ പോരുന്നുണ്ട്. ആ താമരയിൽ നിന്ന് നമ്മുടെ കൂടെ ഇങ്ങനെ ഇറങ്ങി ചാടി നമ്മുടെ ഇങ്ങനെ ഒക്കത്ത് കയറി ഇരുന്നുകൊണ്ട് അതാ കണ്ണൻ നമ്മുടെ കൂടെ വരികയാണ്. അങ്ങനെ കണ്ണൻ്റെ കൈ പിടിച്ചുകൊണ്ട് നമുക്കതാ അങ്ങനെ വീണ്ടും നമ്മൾ കൊടിമരത്തിൻ്റെ അവിടെ എത്താണ്. ആ ദൂരെ കാണുന്ന ആ നെയ്ത്തിരി വട്ടത്തിലേക്ക് വീണ്ടും നോക്കാണ്. അങ്ങനെ പൊന്നുണ്ണിക്കണ്ണനെ വീണ്ടും ഒന്ന് മനസ്സിലിങ്ങനെ ആ പൊന്നോടക്കുഴൽ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ പല്ലി ഇലക്കിയാണ് കേട്ടോ. എല്ലാ പ്രാവശ്യം ഉള്ളതാണ് കണ്ണനെ കുറിച്ച് എന്ത് സ്പീച്ച് പറയുമ്പോഴും എല്ലാവർക്കും അറിയാവുന്നതാണ്. സത്യം പറഞ്ഞാൽ എനിക്കത് കേൾക്കുമ്പോൾ സങ്കടവും വരും. കണ്ണനതാ ഞാൻ പറയണതെല്ലാം കേൾക്കുന്നുണ്ടല്ലോ. സാക്ഷാൽ പൊന്നു ഗുരുവായൂരപ്പനല്ലേ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. അങ്ങനെ കൊടിമരത്തിൻ്റെ കീഴെ വീണ്ടും നമ്മൾ നിൽക്കുകയാണ്. ആ ശ്രീലകത്തേക്ക് നോക്കുകയാണ്. അപ്പോൾ അവിടെ ആ കത്തി നിൽക്കുന്ന നെയ്ത്തിരിവട്ടം നമ്മുടെ മനസ്സിലേക്ക് വരികയാണ്. ആ മനസ്സിലേക്ക് വരുന്ന ആ നെയ്ത്തിരിവട്ടം ഉണ്ടല്ലോ, അത് കൂടെ കൂട്ടാം. അങ്ങനെ പൊന്നുണ്ണിക്കണ്ണനെ കണ്ടുകൊണ്ട് തീരാത്ത സങ്കടങ്ങൾ കണ്ണനിൽ ഏൽപ്പിച്ചുകൊണ്ട് കാത്തുകൊള്ളണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എപ്പോഴും ഭഗവാനെ കൂടെ കൂട്ടിക്കൊണ്ട് ആ വേണുഗാനം മനസ്സിലിങ്ങനെ അലയടിച്ചുകൊണ്ട് തിരിച്ചു പോരാം. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. എന്നോടൊപ്പം ഭഗവാനെ കാണാനെന്ന് ശ്രീലകത്തെത്തിയ എല്ലാവർക്കും ഭഗവാന്റെ നിത്യമായ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ അവിടെ എത്തിയ ആ ഗുരു ഭവനപുരിയിലെത്തിയ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. അതുപോലെ തന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ വീടുകളിൽ വയ്യാതെ കിടക്കുന്ന ആളുകളുണ്ട്. സങ്കടങ്ങൾ സഹിച്ച് വേദന അമർത്തിപ്പിടിച്ച് കഴിയുന്ന ആളുകളുണ്ട്. ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ അനുഭവിച്ചുകൊണ്ട് കണ്ണനെ ഒന്നും കാണാൻ പറ്റുന്നില്ലല്ലോ എന്ന് സഹിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്. ബെഡ് റിഡനായിട്ട് കിടക്കുന്ന ആളുകളുണ്ട്. രോഗികളായ ആളുകളുണ്ട്. ഹരേ കൃഷ്ണ. എല്ലാവരുടെയും മനസ്സ് ഭഗവാന്റെ പുണ്യതൃക്കാൽക്കൽ സമർപ്പിക്കുകയാണ്. എല്ലാവർക്കും കണ്ണനെ കാണാനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ. കണ്ണനുണ്ട് കൂടെ. ആ പൊന്നുണ്ണിക്കണ്ണൻ നമ്മളോടൊപ്പം തന്നെയുണ്ട്. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. രാധേശ രാധേശ. ഹരേ നാരായണ ഹരേ നാരായണ. ഹരി ഓം.